ഇവിടെ സെൻട്രൽ ജയിലുണ്ട്, തവനൂർ സെൻട്രൽ ജയിൽ. അവിടുത്തെ പ്രതികളായ തടവുപുള്ളികളായ മനുഷ്യരെ ഇടയ്ക്ക് പോയി കാണാനുള്ള അവസരം ഇലയിലെ പ്രവർത്തകർക്ക് കിട്ടിയിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അവിടുത്തെ സൂപ്രണ്ടും വെൽഫെയർ ഓഫീസറും നമ്മളെ വിളിക്കും, നമ്മൾ അവരടുത്ത് പോയി സംസാരിക്കും. അപ്പോൾ ഒരിക്കൽ നമ്മൾ ഇവിടുത്തെ നമ്മുടെ പേഷ്യൻസിനെ, ക്യാൻസറൊക്കെ ആയി വന്നിരിക്കുന്ന ആളുകൾ, കിടപ്പിലായ രോഗികൾ, വീൽ ചെയറിലൊക്കെ ഉള്ള മനുഷ്യരെ നമ്മളവിടെ കൊണ്ടുപോയിട്ട് അവരുടെ അനുഭവങ്ങൾ ഇവരോട് ഷെയർ ചെയ്തപ്പോൾ ഈ തടവുപുള്ളികളായ മനുഷ്യരിരുന്ന് കരയാൻ തുടങ്ങി. ഇവരെന്താ പറഞ്ഞെന്നറിയാം, ഞങ്ങളിങ്ങനെ രോഗം കൊണ്ട് പ്രതിസന്ധി അനുഭവിക്കുന്നു, ബുദ്ധിമുട്ടുന്നു, എന്നിട്ടും ഞങ്ങൾ പരമാവധി നന്നായി ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇത്രയും ആരോഗ്യമുള്ള മനുഷ്യരായിട്ടും ഇങ്ങനെ കൊലപാതകങ്ങളും കളവൊക്കെ നടത്താൻ പോകുന്നു എന്ന് ചോദിച്ചു. ഇങ്ങനെ കൊളാസ്റ്റമി ബാഗ്, മലയൊക്കെ ബാഗിലേക്ക് മൂത്രമൊക്കെ പോകുന്ന അങ്ങനത്തെ പേഷ്യൻ്റ് വരെ ഉണ്ടായിരുന്നു നമ്മൾ കൊണ്ടുപോയിൽ. അവരാണ് ഈ ചോദിക്കുന്നത്, നിങ്ങൾ നല്ല മനുഷ്യരാവണം എന്ന് അവരോട് പറയുകയാണ്. നമ്മൾ ആര് പറയുന്നതിനേക്കാളും റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തു. അനുഭവം കൊണ്ട് പറയുകയാണ്. ഭയങ്കര മാറ്റം ഉണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ള തടവുപുള്ളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, ആവശ്യക്കാർക്ക് മാത്രം. അപ്പോൾ ഇല എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളെ സ്വയം തിരിച്ചറിയണം. ഞാൻ ജീവനുള്ളൊരു മനുഷ്യനാണ്. ഇത് എപ്പോഴും ഓർമ്മയിലുണ്ടാവും. ഒരു ഡയറി ഉണ്ടാവണം കയ്യിൽ. ആ ഡയറിയിൽ ഓരോ ദിവസവും ചെയ്ത നല്ല കാര്യങ്ങളും നമ്മളിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകളും നമ്മൾ എഴുതണം. രണ്ടും എഴുതണം. എന്നിട്ട് ഓരോ ദിവസം എഴുതി തീരുമ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മൾ നല്ല കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ, മെജോറിറ്റി അതിനായിരിക്കും ഉണ്ടാവുക. ഇതിങ്ങനെ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഞാൻ ഇന്നിങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചു, ഇന്നിങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തു. ഇത് രണ്ടും നമ്മളെ മനസ്സിലാക്കി തരാൻ സഹായിക്കും. അപ്പോൾ നമ്മളെ പ്രചോദിപ്പിക്കും. നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ പ്രചോദിപ്പിക്കും, ഉറപ്പായിട്ടും പ്രചോദിപ്പിക്കും. കുറച്ചും കൂടി മെച്ചപ്പെട്ടൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ നമ്മളെ സഹായിക്കും.